കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി വയനാട് നിന്ന് മത്സരിക്കില്ല എന്ന സൂചനകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. തീരുമാനം 2 ദിവസത്തിനുള്ളിൽ അറിയാം. അങ്ങനെയെങ്കിൽ ടി സിദ്ദിഖ് തന്നെ വയനാട്ടിൽ സ്ഥാനാർത്ഥിയാകും. വയനാട് സീറ്റിനെ ചൊല്ലി രമേശ് ചെന്നിത്തലയും ഉമ്മൻചാണ്ടിയും തമ്മിലുണ്ടായ അഭിപ്രായ വ്യത്യാസത്തെ തുടർന്നാണ് രാഹുൽ ഗാന്ധിയെ ക്ഷണിച്ചത്. വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി മത്സരിക്കാനെത്തുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ജില്ലയിലെ നേതാക്കളും പ്രവർത്തകരും. രാഹുൽ അമേഠിയിൽ നിന്ന് 2 തവണ വിജയിച്ചിട്ടുണ്ട്. ആദ്യ തവണ 3,70,000-ഓളം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത്. എന്നാൽ കഴിഞ്ഞ തവണ 1 ലക്ഷമായി കുറഞ്ഞു. ഇത്തവണ സ്മൃതി ഇറാനിയാണ് അമേഠിയിലെ BJP സ്ഥാനാർത്ഥി. എന്നാൽ കോൺഗ്രസിന് ഇവിടെ സംഘടനാ സംവിധാനം ഇല്ലാത്തതിനാൽ തോൽവി ഭയവുമുണ്ട്. ഈ സാഹചര്യത്തിലാണ് രാഹുൽ വയനാട്ടിലേക്ക് പോകുന്നതെന്നായിരുന്നു ഉയർന്ന ആരോപണം. വയനാട്ടിൽ രാഹുൽ എത്തുകയാണെങ്കിൽ വൻ ഭൂരിപക്ഷത്തിൽ വിജയിക്കാൻ രാഹുലിനാകും. എന്നാൽ രാഹുൽ വയനാട് മത്സരിക്കുന്നതിൽ എതിർപ്പുമായി ഇടതുപക്ഷവും എത്തിയിരുന്നു. കോൺഗ്രസിന്റെ 12ാം സ്ഥാനാർത്ഥി പട്ടികയിലും വയനാടും വടകരയും ഇല്ലാത്തത് സംശയാസ്പദമായ സാഹചര്യത്തിന് കാരണമായി. രാഹുൽ മത്സരിക്കുകയാണെങ്കിൽ 3 സംസ്ഥാനങ്ങളിലാണ് കോൺഗ്രസിന് ഇത് ഗുണം ചെയ്യുകയെന്നാണ് കണക്കാക്കപ്പെടുന്നത്. സംസ്ഥാനം ഒന്നടങ്കമാണ് രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വത്തിനായി ആവശ്യപ്പെട്ടത്. അദ്ദേഹത്തിന്റെ വരവിന് അനിശ്ചിതത്വമില്ലെന്നായിരുന്നു രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച് ഉമ്മൻചാണ്ടിയുടെ പ്രതികരണം. ഈ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചില്ലെങ്കിലും അമേഠിയിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ പ്രിയങ്കയെ ഇറക്കാനാണ് കോൺഗ്രസിന്റെ ആലോചനയെന്നും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. അതേസമയം രാഹുൽ ഗാന്ധി വയനാട്ടിലെത്തിയാൽ രാഹുലിന്റെ എതിർ സ്ഥാനാർത്ഥിയായി സ്മൃതി ഇറാനിയും മത്സരിച്ചേക്കുമെന്നാണ് വിവരം. എന്നാൽ രാഹുൽ വയനാട്ടിലേക്ക് എത്തില്ല എന്നാണ് ഒടുവിൽ ലഭിക്കുന്ന സൂചനകൾ. വാർത്തകൾ ഉടനടി അറിയാൻ ടോപ്പ് ന്യൂസ് കേരള യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക.